നമ്മുടെ ആരാധനയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ വചന ശുശ്രൂഷയും നടത്തപ്പെടുകയാണ് എന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് ഒരു പാട്ട് നാം പാടുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ഡേവിഡ് ചെറിയാൻ അച്ഛൻ നമ്മോട് 3-ാം ദിവസത്തെ വചന ശുശ്രൂഷ നടത്തുകയും ചെയ്യും. ഇപ്പോൾ ശുദ്ധാത്മാവെ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവെ നിത്യതയിൽ എത്തുവോളവും ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ജീവനുതുക ജീവനായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവനായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. പാപം നീതി ന്യായവിധി ബോധമേകിടാൻ ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ. പാപം നീതി ന്യായവിധി ബോധമേകിടാൻ ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ. ജീവനുതുക ജീവനായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവനായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. കല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിയിടണേ, ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിയിടണേ. കല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിയിടണേ, ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിയിടണേ. ജീവനുതുക ജീവനായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവനായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. കർത്താവിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധമായ പ്രഭാതം നമ്മുടെ സ്വർഗീയ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ മേൽ കനിവ് തോന്നി, കരുണ തോന്നി നമ്മെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് എനിക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ പ്രത്യേകമായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്രകാരം ഒരു ക്രമീകരണം ഏറ്റവും മനോഹരമായി തോന്നി എനിക്ക്. ഈ ക്രമീകരണം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഈ കൺവെൻഷൻ കേൾക്കാനായിട്ട് സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ പള്ളി തുറന്നായിരുന്നെങ്കിൽ ദേവാലയത്തിലെ കുറച്ച് ആളുകൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒന്ന് ലോകം മുഴുവൻ കേൾക്കാൻ ദൈവം അനുഗ്രഹം നൽകി. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ചും എനിക്കേറെ പ്രിയപ്പെട്ട സെന്റ് ജോൺ CSI ചർച്ചിലെ ഇടവ അംഗങ്ങൾ, ഏറെ എന്നെ സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിലൊക്കെ ഓർത്ത് ആത്മധൈര്യം നൽകുകയും ചിലരൊക്കെയും വിളിച്ച് എൻ്റെ സ്നേഹ അന്വേഷണങ്ങൾ, എൻ്റെ വിവരങ്ങൾ അറിയുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഏറെ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇടവക ചുമതലക്കാർ, കമ്മിറ്റി എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന മീറ്റിങ്ങുകൾ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ദൈവികമായ പരിവർത്തനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നാം ഒരുമിച്ച് ധ്യാനിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുകയായിരുന്നല്ലോ. ഈ ദിവസം, ഈ നേരം ദൈവസന്നിധിയിൽ സമർപ്പണത്തിനായിട്ടും നമുക്ക് ചില പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതിനും വേണ്ടി ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പെന്തക്കോസ്തിയുടെ ദിവ്യമായ അനുഭവത്തിൽ നാം എല്ലാവരും ആയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ലളിതമായ ലാളിത്യമുള്ള ഭവനങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് എനിക്ക് നിങ്ങൾക്കും ഒക്കെ നൽകുന്ന ആത്മബലത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഭൂരിഭാഗം പേരിലും ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ദൈവാത്മാവിന്റെ പ്രവൃത്തികൾ തിരിച്ചറിയുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ സാന്ത്വന വാക്കുകൾ ആശ്വാസമായി തീരുന്ന ദിവസമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റേത് പെന്തക്കോസ്തി തിരുനാളിനേക്കാളും ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന്. ഒരു വൈദികൻ എന്ന നിലയിൽ എല്ലാ സൺഡേകളിലും അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തി തിരുനാളും ഒരു പെന്തക്കോസ്ത് ആരാധനയായി മാറുമ്പോൾ ഇന്ന് എനിക്ക് പെന്തക്കോസ്ത് വലിയൊരു അനുഭവമായി മാറുകയായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ഓൺലൈൻ ആരാധനയിൽ പങ്കെടുത്ത ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ ശരീരത്തിൽ നിറയുന്ന ഒരു ആത്മബലമുണ്ട്. മനസ്സും ശരീരവും ഒക്കെ അനുഭവിക്കുന്ന ഒരു ബലം, പ്രതികൂലത്തിൽ, പ്രയാസത്തിൽ ധൈര്യം നൽകുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ബലം. അത് അനുഭവിപ്പാനായിട്ട് എനിക്ക് സാധിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തലവണക്കാം. ഒരുപക്ഷെ ഈ നിമിഷം ദൈവത്തിന് എന്നോടും നിങ്ങളോടും തോന്നിയ സ്നേഹത്തെ ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുവാനും ദൈവസന്നിധിയിൽ കരയുവാനും, കർത്താവേ, നിന്റെ സ്നേഹം, നിന്റെ കരുണ എന്നെ സ്പർശിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു എന്ന വിശ്വാസത്തോടെ പറയുവാനും ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മെ വിനയപ്പെടുത്താം. അരുതേ നാദാ പോകരുതേ, കടന്നു പോകരുതേ, ഈ നിൻ ജനതയെ അലിവോടെ നോക്കാതെ കടന്നു പോകരുതേ നാദാ, കടന്നു പോകരുതേ. അരുതേ നാദാ
ജനതയെ അലിവോടെ നോക്കാതെ കടന്നു പോകരുതേ നാദ, കടന്നു പോകരുതേ. കടും ചുവപ്പാകുന്ന പാപങ്ങളാൽ അകന്നുപോയി പൊറുക്കണമേ. കടും ചുവപ്പാകുന്ന പാപങ്ങളാൽ അകന്നുപോയി പൊറുക്കണമേ. കൊടുമ്പാതക കനൽ ചുമടുമായി നാഥ തകർന്നുപോയി കനിയണമേ. കൊടുമ്പാതക കനൽ ചുമടുമായി നാഥ തകർന്നുപോയി കനിയണമേ. അരുതേ നാദാ പോകരുതേ, ഹല്ലേലൂയ, കടന്നു പോകരുതേ. ഈ നിൻ ജനതയെ അലിവോടെ നോക്കാതെ കടന്നു പോകരുതേ നാഥ, കടന്നു പോകരുതേ. അരുതേ നാദാ പോകരുതേ, കടന്നു പോകരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനതയെ അലിവോടെ നോക്കാതെ കടന്നു പോകരുതേ നാദ, കടന്നു പോകരുതേ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ അലിവോടെ നോക്കാതെ നീ കടന്നു പോകല്ലേ. കൊടും പാതക കനൽ ചുമടുമായി നാഥ തിരുസനിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളോട് പൊറുത്ത്, ഞങ്ങളോട് ക്ഷമിച്ച്, ഞങ്ങളുടെ ദേശത്തെ, ഈ സർവപ്രപഞ്ചത്തെയും നീ സന്ദർശിക്കണമേ. ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. രാജ്യങ്ങളോട് മനസ്സലിവ് തോന്നണമേ. ഞങ്ങളുടെ ആരാധനകളോട് മനസ്സലിവ് തോന്നണമേ. ഇന്ന് അങ്ങയുടെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ മക്കളോടും നീ മനസ്സലിവ് തോന്നണമേ. അരുതേ നാദാ, കടന്നു പോകല്ലേ. ഈ നിൻ ജനത്തെ അലിവോടെ നോക്കാതെ കടന്നു പോകല്ലേ. ഈ പകൽക്കാലം തിരുസനയിൽ ഞങ്ങൾ സമർപ്പണത്തോടായിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളില് നിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങളുടെ ബലഹീനതകളെ ചൂണ്ടിക്കാണിക്കുന്നത് തിരുത്താനാണെന്ന് ഞങ്ങൾക്കറിയാം തമ്പുരാനെ. ഇനിയും ഞങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ ഈ ആത്മീയ ജീവിതം പരാജയപ്പെട്ടു പോകും എന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങളെ തിരുത്തേണ്ടതിന് ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളെ പുനഃപരിശോധിക്കേണ്ടതിന് ആത്മാവിനെ അയക്കണമേ. ഞങ്ങളെ പുനർനിർമ്മിക്കേണ്ടതിന് നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ അയക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം
അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ സംബന്ധിച്ചും പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ വെളിപ്പാടിനെ സംബന്ധിച്ചും വളരെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അന്ത്യ പ്രഭാഷണം നടത്തുന്ന സമയത്ത്, പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം മുതൽ തന്റെ ശിഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർത്താവ് സംസാരിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ആത്മധൈര്യം പകരുന്ന ദിവ്യമായ ഒരു ദാനത്തെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. അവിടെ പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥൻ എന്ന് വിശേഷിപ്പിക്കുന്നു. സ്പിരിറ്റസ് പാരക്ലീറ്റെ, പാരക്ലീത്തയാകുന്ന ആത്മാവ്. ഈ പാരക്ലീത്ത എന്ന് പറയുന്ന പദം, ആത്മാവിനെ സൂചിപ്പിക്കുന്ന ഈ പദം നമ്മുടെ ആരാധനാ ഭാഗങ്ങളിൽ പലയിടങ്ങളിലും പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സമയം ഈ പദം ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഞങ്ങളുടെ ഓർഡിനേഷൻ സർവീസിന്റെ മധ്യത്തിൽ വെച്ചാണ്. അഭിവന്ദ തിരുമേനിമാർ ഞങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് പാരക്ലീത്തയാകുന്ന ആത്മാവേ എന്ന് വിളിക്കുമ്പോൾ അടിമുതൽ മുടിവരെ പടരുന്ന ഒരു ദിവ്യ അനുഭവമുണ്ട്. ഇപ്പോഴും ഞാനത് ഓർക്കുന്നു. 2007 വർഷത്തിൽ തിരുവല്ലയിലെ ദേവാലയത്തിൽ എന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അഭിവന്ദിയ ഐസക് മാർ ഫിലിക്സിനോസ് തിരുമേനി, ഇപ്പോഴ് ഈ ഭദ്രാസനത്തിന്റെ തിരുമേനി, സ്വർഗത്തെ കണ്ണുകൾ ഉയർത്തി, പാരക്ലീത്തയാകുന്ന ആത്മാവേ നിന്റെ ദാസന്മാരുടെ മേൽ നീ അത് പകരേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതൊരു ദിവ്യ അനുഭവമായി ഈ നേരത്ത് ഞാൻ അനുഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഞാൻ എന്റെ ശബ്ദം തുറന്ന പാരക്ലീത്തയാകുന്ന ആത്മാവേ എന്ന് വിളിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനത്തിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ആത്മാവിന് ആ പേര് ഈ സുവിശേഷകൻ നൽകുന്നത് വളരെ പ്രാധാന്യതയോടുകൂടി തന്നെയാണ്. എനിക്ക് പ്രത്യേകമായി പാരക്ലീത്തയാകുന്ന ആത്മാവിനോട് വളരെ അടുപ്പം ഉണ്ട്. എൻ്റെ സെമിനാരി പഠനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചതും പഠിക്കാൻ ശ്രമിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ പാരക്ലീത്തയാകുന്ന ആത്മാവിനെ കുറിച്ചാണ്. തയ്യാറാക്കിയ തീസിസും സ്പിരിറ്റസ് പാരക്ലീറ്റയുടെ പ്രാധാന്യതയെക്കുറിച്ച് ആയിരുന്നു. അതുകൊണ്ട് ഒരു ബുക്കില് പാരക്ലീത്തയെ കുറിച്ച് എഴുതുന്നതിനപ്പുറമായിട്ട് പാരക്ലീത്തയാകുന്ന ആത്മാവിനെ അനുഭവിപ്പാനായിട്ട്, അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇന്നും എൻ്റെ ജീവിതത്തിന്റെ ഭാഗ്യം. പാരക്ലീത്തയാകുന്ന ആത്മാവ് കർത്താവ് പറയുന്നത് യോഹന്നാന്റെ പുസ്തകത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത് ഇത് കർത്താവിന്റെ പ്രവൃത്തിയുടെ തുടർച്ചയാണ്, കർത്താവിന്റെ പ്രസൻസിന്റെ തുടർച്ചയാണ്. കണ്ടിന്യൂയിങ് പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആത്മാവിനെ അങ്ങനെയാണ് വിശുദ്ധ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കണ്ടിന്യൂയിങ് പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിന്റെ തുടരുന്ന സാന്നിധ്യം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പഴയ നിയമ ചിന്തയിൽ നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത ദൈവം, ആ പ്രസൻസിന്റെ ഒരു പുതിയ നിയമഭാവമാണ് പരിശുദ്ധാത്മാവ്. അത് കർത്താവിന്റെ തുടരുന്ന സാന്നിധ്യമാണ്. അതുകൊണ്ട്
വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്, ആത്മാവിനെ ആക്ഷേപിക്കരുത്, പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി സംസാരിക്കരുത്, പരിശുദ്ധാത്മാവിന്റെ ആലോചനകളോട് വിധേയപ്പെടണം. ഇന്ന് പകൽ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും നിയോഗങ്ങൾ എനിക്ക് നിങ്ങൾക്കും തരുന്നുണ്ടെങ്കിൽ ആ നിയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ, സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം കരുണ പകരട്ടെ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിനോട് ചേർന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ നടക്കുന്ന ഒരു പ്രത്യക്ഷതയുടെ അനുഭവത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുകയും അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതുന്നതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന വേദഭാഗമാണ് ഞാൻ നിങ്ങൾ വായിച്ച് കേട്ടത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ സംഭവത്തോട് ചേർന്ന് നിൽപ്പുണ്ട്. കർത്താവിന്റെ മരണമുണ്ട്, അവന്റെ മുറിവുകളുണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്, ആ സാന്നിധ്യത്തിന്റെ നിറവ് പകരപ്പെടുന്ന ശിഷ്യ സമൂഹമുണ്ട്, അവരുടെ ജീവിതത്തിന് ആകപ്പാടെ സംഭവിക്കുന്ന മാറ്റമുണ്ട്. എല്ലാം എനിക്ക് തോന്നുന്നു ഒരു 3-4 വാക്യത്തില് വളരെ വളരെ ചെറിയ വാക്യങ്ങളിലൂടെ ആഴമായി സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ വേദഭാഗത്തോട് ബന്ധപ്പെട്ട് 2-3 ചിന്തകൾ ഒരുമിച്ച് പങ്കുവെക്കുവാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പാരക്ലീത്തെ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ തുടർച്ചയാണെന്ന്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത് എന്താണ്? നമ്മെ ഭയത്തിൽ നിന്നും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നു യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം. ക്രൈസ്റ്റ് പ്രസൻസ് ലീഡ് us from fear to joy. നമ്മെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കുന്നു യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം. ഓക്കെ, ഈ ശിഷ്യന്മാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. they were meeting in terror, listening fearfully for every step on the stair and every knock at the door. അവർ ഒരു ഭയത്തോടെ ആയിരിക്കുന്നത്. അവരുടെ ശ്രദ്ധയൊക്കെ ഭയത്തോടെയാണ്. അവരിയ്ക്കുന്ന റൂം നമുക്കറിയാം, മാളിക മുകളിലെ മുറിയാണ്. പെസഹായിക്ക് അവർ ഒരുമിച്ച് കൂടിയ മുറി തന്നെയാണെന്നാണ് വേദപുസ്തക പഠിതാക്കൾ രേഖപ്പെടുത്തുന്നത്. അതിന്റെ സ്റ്റെപ്പുകളിൽ കേൾക്കുന്ന ഓരോ ശബ്ദവും അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. കതകിൽ ഉണ്ടാകുന്ന ഒരു മുട്ടൽ, നോക്കിങ്ങിന്റെ ശബ്ദം പോലും അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഭയപ്പാടിന്റെ നടുവിലാണ് അവർ ആയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന അതേ സാഹചര്യം. ഇന്ന് കേൾക്കുന്ന ഏത് വാർത്തകളും നമ്മുടെ ഉള്ളിൽ മാനുഷികമായ ഭയം സൃഷ്ടിക്കുന്നുണ്ട്. ഭയമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പക്ഷേ മനുഷ്യരാണല്ലോ, ഭയമുണ്ട്. മാനുഷികമായ ഭയം എന്നെയും നിങ്ങളെയും ഭരിക്കുന്നുണ്ട്. ഭയമില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതായി മാറുമല്ലോ. എന്നാൽ ആ ഭയത്തിനപ്പുറത്തേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രസൻസ് എന്റെയും നിങ്ങളുടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യപദവി. അവരുടെ മധ്യത്തിലേക്ക് കർത്താവ് വരുന്നു. കർത്താവ് അവരോട് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഒരു സാധാരണ ഗ്രീറ്റിംഗ്സിന് അപ്പുറത്തേക്ക്, ഒരു സാധാരണ പരസ്പരമുള്ള അഭിവാദനത്തിനപ്പുറത്തേക്ക് അവരുടെ മധ്യത്തിൽ വെളിപ്പെടുന്ന കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് ഒരു ബലം നൽകുന്നു. നിങ്ങളുടെ പ്രതികൂലമായ അനുഭവങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. രണ്ടാമത്, മേ ഗോഡ് ഗിവ് യു എവറിത്തിങ്, എവറി ഗുഡ് തിങ്. മേ ഗോഡ് ഗിവ് യു എവറി ഗുഡ് തിങ്. നിങ്ങൾക്ക് നന്മയുടെ വഴികൾ, സന്തോഷത്തിന്റെ വഴികൾ ദൈവം പ്രദാനം ചെയ്യട്ടെ. നമുക്കറിയാം,
ആശങ്കാകുലമായ സാഹചര്യത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിജീവിതങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് സമാധാനത്തിന്റെ വാക്കുകൾ പറയുന്നത് അവർക്ക് ആശ്വാസമാണ്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ എന്നോട് ദേവാലയത്തിലെ ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ പറയുക, ഞങ്ങൾ അറിയാത്ത, മനസ്സിലാക്കാത്ത, ഒരുപക്ഷെ ദീർഘകാലമായി ബന്ധമില്ലായിരുന്ന പലരോട് സംസാരിക്കാൻ തുടങ്ങി. അത് വലിയൊരു സന്തോഷത്തിന്റെ അനുഭവമാണ്. രണ്ടാമത്, ഞങ്ങൾ സംസാരിക്കുന്നത് സമാധാനത്തിന്റെ വാക്കുകളാണ്. എല്ലാവരും ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. നമ്മൊക്കെ പരസ്പരം നൽകുന്ന ഈ ധൈര്യം ഉണ്ടല്ലോ, മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോൺ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കേൾവിയിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ അയാൾക്ക് നൽകുന്ന ധൈര്യത്തെ ഞാൻ പറയുന്നത് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മീയ ബലത്തിന്റെ ധൈര്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. കാരണം ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ ധൈര്യം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ വിചാരിക്കുന്നു വിശ്വാസ സമൂഹം ഈ പ്രത്യേക കാലഘട്ടങ്ങളില് ഇതുവരെ പ്രാപിക്കാത്ത തരത്തിലുള്ള ഒരു ധൈര്യം ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളൊക്കെ ആരാധന ഇടങ്ങളായി മാറിയതിന്റെ ഗുണം അതാ. പ്രിയപ്പെട്ടവർ തമ്മിൽ ഒരുമിച്ചായിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു കൃപ, നാം പ്രാപിച്ചെടുക്കുന്ന ദൈവകൃപ, ആ കൃപയുടെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നാം ധൈര്യം നൽകുന്നത്. അവരുടെ മധ്യത്തിൽ വന്നത് ആരാന്നറിയാമോ? മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവാ. എല്ലാ പ്രതിസന്ധികളെയും തകർത്തുകൊണ്ട്, എല്ലാ ഭീതികളെയും തകർത്തുകൊണ്ട് മരണത്തിന്റെ കാരാഗ്രഹവാതിലുകളെ പൊളിച്ചെഴുതിയ നമ്മുടെ കർത്താവ്, അവനാ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. അവന്റെ സാന്നിധ്യമാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന്. അതുകൊണ്ട് ഇതൊരു സാധാരണ ഗ്രീറ്റിംഗ്സിന് അപ്പുറത്തേക്ക് അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ സ്പർശിക്കുന്ന സന്ദേശമാണ്. അവരുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചതിനും അപ്പുറത്തേക്ക് ആഴമായൊരു സന്ദേശം. ഈ സന്ദേശത്തിനപ്പുറത്ത് മറ്റൊരു സന്ദേശം ഇനി ലഭിക്കാനില്ല. കാരണം ഈ മുറിക്കുള്ളില് അവരിങ്ങനെ, ഞാൻ മുമ്പൊക്കെ പറയുന്നത് പോലെ, ഇങ്ങനെ ഒരു ഒളിച്ചു കഴിയുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ക്വാറന്റൈൻ പോലെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഭീതിയും ആശങ്കകളുടെയൊക്കെ നടുവില് അവർ സംസാരിക്കുന്ന വാക്ക്, യേശുവിനെ അറസ്റ്റ് ചെയ്യുകയും കൊല്ലുകയും ചെയ്തു, അടുത്ത ടേൺ എന്റേതാണ്, അടുത്ത ടേൺ എന്റേതാണ്, അടുത്ത ടേൺ സംഭവിക്കും. ഈ ടേണിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. രോഗത്തിന്റെ മാരകമായ അനുഭവത്തിൽ എന്റെ ശരീരത്തിന്റെ അടി മുതൽ മുടി വരെ പഴുത്ത്, എന്റെ മാതാപിതാക്കൾക്ക് എന്റെ അരികിൽ ഇരിക്കാൻ സാധിക്കാതെ വണ്ണം ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരത്തോടെ കിടക്കയിൽ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോൾ, ഇതേ രോഗം ബാധിച്ച് എന്റെ അരികിലുള്ള കിടക്കകളിൽ കിടക്കുന്നവർ മരിക്കുന്നത്, അവരുടെ ബോഡി കൊണ്ടുപോകുന്നത് അവ്യക്തമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കും അടുത്ത ടേൺ എന്റേതാണ്. അതുകൊണ്ട് ഈ ടേണിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെക്കാട്ടിൽ എല്ലാവരെക്കാളും നന്നായിട്ട് അറിയാം അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എനിക്കാണ്. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. സാധാരണ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ആ വഴികളിലൂടെ കടന്നുപോയവർക്ക് ആ ആശങ്ക മനസ്സിലാകും. അതുകൊണ്ട് ശിഷ്യന്മാർ അനുഭവിക്കുന്ന ഈ ഒരു ആശങ്ക, അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നാം ആ വഴികളിലൂടെ പോയേ മതിയാകൂ. എനിക്ക് തോന്നുന്നു ഈ നേരം നാം ആ വഴികളിലൂടെ പോവുക. അടുത്ത ടേൺ ആരുടേതാണ് എന്നൊരു ചിന്ത. അത്ര എളുപ്പത്തിൽ നമുക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല ഇത്. നമ്മൾ കടന്നു പോകുമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ അത്ര എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് ഈ ടേണിനെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾക്കും എല്ലാം ആശങ്കയുണ്ട്. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരും ഭരണാധികാരികളും ഒക്കെ പറയുന്നത്
ഇതിന്റെ നടുവിൽ ജീവിക്കുക. അതിനാവശ്യമായ പ്രതിരോധം നാം നേടിയെടുക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ശിഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായി. അടുത്തത് ആരുടെ ടേൺ ആയിരിക്കും? അതുകൊണ്ടാണ് അവരിങ്ങനെ ഓരോ സ്റ്റെയർ കേസിലും ശബ്ദം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വാതിൽ മുട്ട് കേൾക്കുമ്പോൾ അവരിങ്ങനെ വളരെ ഭീതിയോടെ ഇരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, അവർ ഭീതിയോടെ ആയിരുന്നു എന്ന്, ആശങ്കാകുലർ ആയിരുന്നു എന്ന്. അതിന്റെ നടുവിലാണ് ക്രിസ്തുവിന്റെ സമാധാനം വെളിപ്പെടുത്തുന്നത്. അതിന്റെ നടുവിലാണ് ക്രിസ്തുവിന്റെ സന്ദേശം വെളിപ്പെടുന്നത്. അവിടെയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിനും ക്രിസ്തുവിന്റെ സന്ദേശത്തിനും പ്രസക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിങ്ങൾക്ക് സമാധാനം എന്ന വാക്ക് കേട്ടാൽ, ഈ ലോകത്ത് എന്നെ കേൾക്കുന്ന എല്ലാവരുടെ എല്ലാ ഹൃദയങ്ങളിലും അടുത്ത ടേൺ എന്റേതാണോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുന്ന എല്ലാ ഹൃദയങ്ങളിലും ദൈവം തമ്പുരാൻ വലിയൊരു പ്രതീക്ഷ നിറയ്ക്കുക തന്നെ ചെയ്യും എന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, മേ ഗോഡ് ഗീവ് യു എവറി ഗുഡ് തിങ്. ഒരുപക്ഷെ ദൈവം തമ്പുരാൻ ഇനി നമ്മിൽ ചില നന്മകൾ കരുതി വെക്കാനായിട്ട് പോവുകയാണ്. നമ്മളിൽ ചില പ്രതീക്ഷകൾ കരുതി വെക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് അറിയാമോ? മറ്റുള്ളവർക്ക് പ്രതീക്ഷയായി ഞാനും നിങ്ങളും മാറുകയും, മറ്റുള്ളവർക്ക് ആശ്വാസമായി ഞാനും നിങ്ങളും മാറുകയും, മറ്റൊന്നും എനിക്കിനി വേണ്ട, ഭൗതികമായ എല്ലാ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാൻ, മറ്റുള്ളവർക്ക് സമാധാനമായി തീരാൻ ക്രിസ്തുവിന്റെ സമാധാനം എന്നെ പ്രചോദിപ്പിക്കുന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രതീക്ഷയായി തീരേണ്ടതിന് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരേണ്ടതിന് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ എന്റെ പിതാവിൽ നിന്ന് പ്രാപിച്ചെടുത്ത സമാധാനം. കർത്താവ് എപ്പോഴും സംസാരിക്കുമ്പോൾ പറയും, ഇതൊന്നും ഞാൻ സ്വയം നേടിയതല്ല, എന്റെ പിതാവ് തന്നതാ, അപ്പൻ തന്നതാ. അപ്പൻ തന്ന സമാധാനം മക്കളായ നിങ്ങളുടെ മേൽ ഞാൻ പകരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനം പ്രാപിച്ച നിങ്ങൾ സമാധാനത്തിന്റെ വക്താക്കളായി, സമാധാനം പകരുന്നവരായി, പ്രതീക്ഷയായി മാറണം. ബലഹീനരായി നിങ്ങളുടെ അരികിലേക്ക് ഓടി വരുന്നവർക്ക് പ്രതീക്ഷയായി മാറുന്ന സമാധാനത്തിന്റെ വക്താക്കളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വലിയ സമാധാനം കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മെ നയിക്കുന്നത് ഭയത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് ആണ്. രണ്ടാമത്തേത്, ക്രൈസ്റ്റ് പ്രസൻസ് ഗീവ്സ് യു ദ സ്ട്രെങ്ത് ടു ടേക്ക് ഓൺ മിഷൻ. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും ധൈര്യം നൽകുന്നു, ആത്മധൈര്യം നൽകുന്നു. ഇവിടെ കർത്താവ് ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ 20-ാമത്തെ വാക്യം, എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടെന്നാണ് എന്റെ വിചാരം, ശ്രദ്ധിച്ച് വായിക്കണം. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. രണ്ടാമത്തെ സെന്റൻസ്, കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കൈയും വിലാപ്പുറവും കാണുന്നു. അടുത്ത വാചകം, കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിക്കുന്നു. കർത്താവ് ആദ്യം കാണിക്കുന്നത് കൈയും വിലാപ്പുറവുമാണ്. മുറിവുകൾ, ആശങ്കപ്പെട്ടിരിക്കുന്നവരെ മുറിവുകൾ കാണിച്ച് കർത്താവ് ആശ്വസിപ്പിക്കുന്നു. നമുക്കറിയാം, 8 ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനാകുമ്പോൾ അവരുടെ നടുവിൽ ഒരാൾ ഉണ്ടായിരുന്നു. മുമ്പില്ലാതിരുന്ന ഒരാൾ, തോമസിനോട് പറയുന്നുണ്ട്, നീ നിന്റെ വിരൽ നീട്ടി എന്റെ വിലാപ്പുറത്തും എന്റെ മുറിവുകളിലും ഒന്ന് തൊട്ടറിയുക. ഞാൻ ഈ സന്ദേശം പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തോമസിനും ശിഷ്യന്മാർക്ക് ഭൂരിഭാഗം പേർക്കും ഒരുപാട് പരാതികൾ കർത്താവിനോട് ഉണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിന്റെ പിന്നാലെ വന്നത്. എന്നാൽ ഈ പ്രതീക്ഷകൾ അവസാനിച്ചു പോകുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾക്ക്.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ ഉള്ളൂ. നിന്റെ കൂടെ വന്ന് പാഴാക്കിയ നഷ്ടങ്ങൾ. ഈ നഷ്ടങ്ങളുടെ കണക്കുകൾ പറയുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് കർത്താവ് തന്റെ നഷ്ടത്തെ അവരുടെ മുമ്പിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സഹിച്ച പങ്കപ്പാടുകളെയും വേദനകളെയും നിങ്ങളൊന്ന് കാണുക. അല്ലാതെ എന്റെ കർത്താവിന് അവന്റെ മുറിവുകളെ കാണിച്ച് നമ്മെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ആ മുറിവുകളുടെ ആഴം ഞാനും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, കർത്താവിന് നഷ്ടപ്പെട്ട ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ, എന്റെ നഷ്ടങ്ങൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ, എന്റെ വേദനകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ, എന്റെ ആശങ്കകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാനുള്ള ആത്മപ്രേരണ നൽകുന്ന കാഴ്ചയാണ് കർത്താവിന്റെ കൈയുടെയും വിലാപ്പുറത്തിന്റെയും മുറിവുകളെ കാണുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഈ നാൾ വരെയും കർത്താവിന്റെ പിന്നാലെ നടന്നിട്ട് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായി ഒരു പ്രയോജനവുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ കണ്ണുകൾ അടച്ച് ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കിയാൽ മുറിവേറ്റ് തകർന്നു നിൽക്കുന്ന കർത്താവിന്റെ രൂപം, ഹല്ലേലൂയ, അടികൊണ്ട് ശരീരമാകെ പാടുകളേറ്റു മുറിഞ്ഞ കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ മുറിവുകളും എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ കാഴ്ച സമ്മാനിക്കും, ഇതുവരെ കാണാത്ത കാഴ്ച. അതുകൊണ്ട് ഈ കാലങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കണം, ഇതുവരെ കണ്ടതുപോലെ അല്ല. ആമേൻ. ഒരു പടത്തിലൂടെ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയതുപോലെ അല്ല. എന്റെ അകക്കണ്ണുകൊണ്ട് ഞാൻ എന്റെ കർത്താവിന്റെ രൂപത്തെ കണ്ട് ആ മുറിവുകളെ കണ്ട് മനസ്സിലാക്കി ധൈര്യപ്പെട്ട് അവന്റെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്ന നേരമാണിത്. ഹല്ലേലൂയ. കർത്താവരോട് എന്തൊക്കെയാ പറയുന്നത്? ഈ കൈയും വിലാപ്പുറവും കാണിക്കുമ്പോൾ ഒന്നും കൂടെ അവരുടെ ജീവിതത്തെ കർത്താവ് ടെസ്റ്റ് ചെയ്യുക. നീ പരീക്ഷിക്കപ്പെടും. യു വിൽ ബി ടെസ്റ്റഡ്. നീ മുറിക്കപ്പെടും. യു വിൽ ബി വൂണ്ടഡ്. നീ കൊല്ലപ്പെടും. യു വിൽ ബി കിൽഡ്. 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു മുറിവ് കാണിക്കുന്നതിലൂടെ. നീ പരീക്ഷിക്കപ്പെടും, നീ മുറിക്കപ്പെടും, നീ കൊല്ലപ്പെടും. ശുശ്രൂഷയിൽ ആദ്യം പ്രവേശിച്ചപ്പോൾ വായിച്ച പുസ്തകത്തിന്റെ ആദ്യ 1-2 സെന്റൻസ് ഇങ്ങനെയായിരുന്നു: ക്രിസ്തു വിളിക്കുന്നത് മരിക്കാനായിട്ടാണെന്ന്. ഞെട്ടിച്ചു കളഞ്ഞു ആ പുസ്തകം. ബോൺഹോഫറിന്റെ പുസ്തകമാ. ക്രിസ്തു വിളിക്കുന്നത് മരിക്കാനായിട്ടാ. പലപ്പോഴും ക്രിസ്തു സന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കുന്നത് ജീവിക്കാനാണെങ്കിൽ ആഴമായി ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന ദൈവപൈതലിന് വചനം നൽകുന്ന സന്ദേശം എന്നെയും നിങ്ങളെയും ക്രിസ്തു വിളിക്കുന്നത് മരിക്കാനായിട്ടാ. പരീക്ഷിക്കപ്പെടുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. അടുത്ത സമയത്ത് ഞാൻ ഒരുപാടിടങ്ങളിൽ പ്രസംഗങ്ങളിൽ പറഞ്ഞ ഒരു ചെറിയ അടുത്ത സമയത്ത് വായിച്ച ഒരു കഥയുണ്ട്, പരീക്ഷിക്കപ്പെടുക എന്നുള്ളത്. ഒരു കർഷകൻ ദൈവത്തോട് പരാതി പറഞ്ഞു, ദൈവമേ, കാലങ്ങളായി ഞാൻ അധ്വാനിക്കുന്ന ഒരാളാണ്, പക്ഷേ നല്ലതായിട്ട് വിളവ് ലഭിക്കുന്നില്ല. കാരണം നിനക്ക് തോന്നുമ്പോഴാണ് മഴയും വെയിലും കാറ്റും ഒക്കെ ഉണ്ടാകുന്നത്, ദൈവത്തിന് തോന്നുമ്പോൾ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മെച്ചപ്പെട്ട ഒരു വിളവ് എനിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ദൈവമേ, ഇനി മുതൽ ഈ കാലാവസ്ഥയുടെ നിയന്ത്രണം എനിക്ക് തരണം. ഞാൻ പറയുമ്പോൾ കാറ്റ്, ഞാൻ പറയുമ്പോൾ മഞ്ഞ്, ഞാൻ പറയുമ്പോൾ മഴ, ഞാൻ പറയുമ്പോൾ വെയില്. ദൈവം പറഞ്ഞു, അതിനെന്താ, നിന്റെ ഇഷ്ടമല്ലേ, നടക്കട്ടെ. അയാളുടെ കൃഷിയെല്ലാം മെച്ചമായി നടന്നു. അയാൾ പറഞ്ഞപ്പോൾ മഴയുണ്ടായി, അയാൾ പറഞ്ഞപ്പോൾ കാറ്റടിച്ചു, അയാൾ പറഞ്ഞപ്പോൾ മഞ്ഞ് പെയ്തു. വളരെ സന്തോഷകരമായ അനുഭവം. വിളവെടുപ്പ് തുടങ്ങി. ഈ വിളവെടുപ്പ് തുടങ്ങി ധാന്യം പരിശോധിച്ചപ്പോൾ എന്തോ ഒരു കുഴപ്പം പോലെ അയാൾക്ക് തോന്നി. ഈ ധാന്യത്തിനകത്ത് ഒന്നുമില്ല. നമ്മൾ ഈ മങ്കാണെന്ന് പറയല്ലോ, പുറമേ ഉണ്ട്, അകത്തൊന്നുമില്ല.
അയാൾ ദൈവത്തോട് വന്ന് പരാതി പറഞ്ഞു, ദൈവമേ, വല്ലാത്തൊരു കൊലച്ചതിയാ നീ ചെയ്തത്. എനിക്ക് നീ എല്ലാ അവകാശങ്ങളും അനുവാദങ്ങളും ഒക്കെ നൽകി. ഞാൻ വളരെ പ്രതീക്ഷയോടെ വിളവെടുപ്പിന്റെ മഹോത്സവം കൊണ്ടാടാൻ ഇരുന്നതാ. ഇവിടെ ഇപ്പം ഒന്നുമില്ലാത്ത മങ്ക് മാത്രമാണ് എന്റെ മുമ്പില്. ദൈവം പറഞ്ഞു, മോനെ, ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷകളിലൂടെ കടന്നു പോകാതെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകാതെ ഒന്നും പൊന്നായി തീരത്തില്ലെന്ന്. അതുകൊണ്ട് ഈ നാളുകളിൽ പരീക്ഷകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നത് പൊന്നായി തീരാനാ. ഈ പരീക്ഷയുടെ അഗ്നിശോധനയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് കരുതി നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. അപൂർവ കാര്യം സംഭവിക്കാൻ പോകുകയാ. പ്രതിസന്ധികളുടെയും പരീക്ഷകളുടെയും കൂടെയും നടുവിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന്റെ മധ്യത്തില് ദൈവം തമ്പുരാൻ ഒരു വലിയ വിടുതൽ അയക്കാൻ പോകുകയാണ്. നമ്മൾ പൊന്നായി തീരാൻ, മറ്റുള്ളവർക്ക് പ്രകാശമായി തീരാൻ, വെളിച്ചമായി തീരാൻ, ആശ്വാസമായി തീരാൻ ഞാനും നിങ്ങളും പരീക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തേത്, നീ മുറിക്കപ്പെടും. തന്റെ മുറിവുകളെ കാണിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, നീ മുറിക്കപ്പെടും. മുറിവിന്റെ വേദനകളിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയേ മതിയാകൂ ചില നേരങ്ങളിൽ. അടുത്തത് കർത്താവ് പറയുന്നത്, നീ കൊല്ലപ്പെടുമെന്ന. ശിഷ്യന്മാർ ആശങ്കാകുലരായിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ വന്നുകൊണ്ട് സമാധാനം പറയുന്ന കർത്താവ് അതിന്റെ ഇടയിൽ പറയുന്നത്, അത്ര സുഖകരമല്ല ഇനി യാത്ര, അത്ര ക്ഷേമകരമല്ല ഇനി യാത്ര. ഞാനും നിങ്ങളും കൊല്ലപ്പെടാനും പരീക്ഷിക്കപ്പെടാനും മുറിവേൽക്കാനും സാധ്യതയുണ്ട് എന്ന് കർത്താവ് പറയുന്നു. ആ സാധ്യതകളെ നാം ഇനി തിരിച്ചറിയണം. അതുകൊണ്ട് ഇതല്ല, ഇതിലും വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒരു ടെസ്റ്റ് ഡോസ് ആണെങ്കിൽ ഇതിലും വലുത് വരാനിരിക്കുമ്പോൾ അതിനെ നേരിടേണ്ടതിന് ആത്മധൈര്യം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഞങ്ങൾ ഈ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ കളി ആരംഭിക്കുന്നതിന് മുമ്പ് ട്രയൽ ബാൾ എറിയും. ഇപ്പൊ സാധാരണ നല്ലതുപോലെ ബൗൾ ചെയ്യാൻ അറിയുന്ന ആള് ഞങ്ങൾക്ക് അടിക്കാവുന്ന പാകത്തിലാണ് ട്രയൽ ബാൾ എറിഞ്ഞു തരുന്നത്. അപ്പം വിചാരിക്കും ഇതാണ്, കുഴപ്പമില്ല എന്ന് വിചാരിക്കും ഇനിയുള്ള ബോളുകളൊക്കെ. പക്ഷേ യഥാർത്ഥ ടെസ്റ്റ് വരുമ്പോൾ അവന്റെ എറി കണ്ടാല് പുറകിലിരിക്കുന്ന സ്റ്റമ്പ് അങ്ങ് 4 ലൈൻ അപ്പുറത്തേക്ക് പോകും. ഒന്നാമത്തെ ബാൾ ഓർമ്മിപ്പിക്കുന്നത് മുമ്പ് നല്ലതുപോലെ ഒന്നും അല്ല, ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ചില കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കർത്താവ് ഇവിടെ പറയുന്നു. ആ സാധ്യതകളെ മനസ്സിലാക്കി ആത്മധൈര്യം പ്രാപിക്കുവാൻ, ഒരുങ്ങാൻ, കർത്താവിന്റെ കൃപയിൽ ആശ്രയം വെപ്പാൻ, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കാൻ, ഇപ്പോൾ സംഭവിക്കുന്നത് വെറും ടെസ്റ്റ് ഡോസ് മാത്രമാണെന്ന് മനസ്സിലാക്കി ഇനിയും ഞാൻ മുറിക്കപ്പെടും, ഇനിയും ഞാൻ പരീക്ഷിക്കപ്പെടും, ഇനിയും ഞാൻ കൊല്ലപ്പെടും, അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാൽ നിന്റെ സന്നിധി വിട്ട്, നിന്റെ സാന്നിധ്യം വിട്ട് ഞാൻ എങ്ങും പോവുകയില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ സാധിക്കണം. അതിനാണ് കർത്താവ് തന്റെ മുറിവുകളും തന്റെ വിലാപ്പുറവും ശിഷ്യന്മാരെ കാണിച്ച് അവരെ ബലപ്പെടുത്തുന്നത്. കാരണം ഈ മുറിവേറ്റവൻ നിന്റെ കൂടെയുണ്ട്, ഈ വേദനിച്ചവൻ നിന്റെ കൂടെയുണ്ട്, ഈ കൊല്ലപ്പെട്ടവൻ നിന്റെ കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ മുറിവേറ്റവനും അപമാനിക്കപ്പെട്ടവനും കൊല്ലപ്പെട്ടവനും നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നീ ഭാരപ്പെടേണ്ട. എന്റെ സാന്നിധ്യം നിനക്ക് ശക്തിയായി തീരും. കർത്താവ് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം, അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക ഒരു പുതിയ മിഷനായിട്ട്. ഇന്ന് വായിക്കുന്ന വേദഭാഗങ്ങൾ, പ്രത്യേകിച്ച് സഭയായി വായിക്കുന്ന വേദഭാഗങ്ങൾ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പ്രഭാതത്തില് ദേവാലയത്തിൽ ധ്യാനിച്ചത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ്. അതിന്റെ 1-2 അധ്യായങ്ങളിൽ കർത്താവ് ഈ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്.
ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, കാലത്തെ ഞങ്ങളുടെ കാലങ്ങൾ യഥാസ്ഥാനപ്പെടുന്ന നേരമാണോ ഇത്? ആ നേരത്ത് കർത്താവ് പറയുന്നുണ്ട്, കാലങ്ങളെയും സമയങ്ങളെയൊക്കെ പറയാനുള്ള നേരമൊന്നുമല്ല ഇത്. അങ്ങനെ പറയാൻ ഞാൻ ശ്രമിക്കുന്നുമില്ല. എന്റെ അപ്പൻ എന്നെ അത് ഏൽപ്പിച്ചിട്ടുമില്ല. അപ്പന് മാത്രം അറിയാവുന്നത് ആ കാലങ്ങളും നേരങ്ങളും ഒക്കെ. എന്നാൽ ഈ നേരത്ത് ഞാൻ നിങ്ങളുടെ മേൽ എന്റെ ആത്മാവിനെ പകരാൻ പോകുകയാണ്. ഈ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ലോകം മുഴുവൻ എന്റെ സാക്ഷികളാകും. അതുകൊണ്ട് കാലങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കർത്താവ് പറയുന്നില്ല. സമയങ്ങളെ സംബന്ധിച്ച് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നില്ല. എന്നാൽ ജീവിക്കുന്ന ഈ കാലത്തിന്റെ നടുവില് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവന്റെ സാക്ഷികളായി തീരാനാണ് ആത്മാവിനെ അവൻ നമ്മുടെ മേൽ ഊതിയിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ തിരിച്ചറിയുമ്പോൾ അത് പകരപ്പെടുന്നത് ചില ആളുകൾക്ക് വേണ്ടി മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിന്റെ സ്വത്തവകാശികൾ എന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുണ്ട്. ഞങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ ആളുകൾ. ഞങ്ങൾ പറഞ്ഞാൽ ആത്മാവ് ഇറങ്ങി വരും. ഞങ്ങൾ കൈയടിക്കുമ്പോൾ മാത്രമാണ് ആത്മാവ് വരുന്നത്. ഞങ്ങൾ പാടുമ്പോൾ മാത്രമാണ് ആത്മാവ് വരുന്നത്. അല്ല, ഇന്ന് ഓരോ ഭവനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് വന്നത് നമ്മയൊക്കെ സാക്ഷികളാക്കാനാ, ജീവിക്കുന്ന സാക്ഷികളാക്കാൻ. അതാ മിഷൻ, അതാ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൗത്യം. അല്ലാതെ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ചില ഭാഷകൾ സംസാരിക്കുന്നവരും ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് മറ്റു ചില ഭാഷകൾ പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്തുന്നവരും പ്രാകുന്നവരും ശപിക്കുന്നവരും നിനക്ക് സ്വഗമാണെന്ന് പറയുന്നവരും ഒന്നും അല്ല പരിശുദ്ധാത്മാവിന്റെ ആളുകൾ. അടുത്ത സമയത്ത് കേട്ട പ്രസംഗം നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. നിങ്ങൾക്ക് സ്വഗമാണേ, ഞങ്ങൾക്കെതിരെ പറയുന്നവർക്കെല്ലാം സ്വഗമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചെടുത്തവരാ. അവര് പ്രാകാനും ശപിക്കാനും നശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾ പരിശുദ്ധാത്മാവിന്റെ ആവാസക്കാരാണെന്ന് പറയുന്നു. ഞാൻ പറയും, അല്ലേ അല്ല. ആത്മാവ് പ്രാപിച്ച ദൈവ പൈതൽ ശാന്തനാണ്. അവന് ശാന്തമായിരിക്കാനുള്ള ദർശനങ്ങൾ ലഭിക്കും. പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയില് ഭക്തൻ ശാന്തമായിരിക്കുന്നത് കണ്ടോ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ദിവ്യ ദർശനങ്ങൾ അവന്റെ മേൽ പകരപ്പെട്ടു. ആ ദിവ്യ ദർശനങ്ങളുടെ മഹിമയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചെടുത്ത ദൈവ പൈതലേ, നിന്റെ നാവിന്മേൽ ശാപത്തിന്റെ വാക്കുകളല്ല, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വാക്കുകളല്ല, ഇത് നിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേദികളിൽ നിന്ന് തകർത്ത് പ്രസംഗിക്കുന്നതല്ല. എന്റെ കുഴപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ്, എന്റെ പോരായ്മയാണെന്ന് തിരിച്ചറിഞ്ഞ്, എന്റെ പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞ്, എന്റെ വീഴ്ചയാണെന്ന് തിരിച്ചറിഞ്ഞ് അനുദവിച്ച് ദൈവജനത്തോടൊപ്പം മുട്ടുകളെ മടക്കിയിരുന്ന് കരയുന്നതിന് ദൈവാത്മാവ് പ്രേരണ നൽകുന്നത് ആ ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് അനുതാപം സംഭവിക്കേണ്ടത് മുകൾ തൊട്ട് താഴെ വരെയാ, അല്ലാതെ താഴേന്നല്ല. ചിലരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾക്ക് പാപമാറ്റം ഉണ്ടാകണം, നിങ്ങൾക്ക് പാപ വിടുതൽ ഉണ്ടാകണം, നിങ്ങൾ മാറണം എന്ന് പറയുകയല്ല. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്ന ദൈവ പൈതൽ അടി മുതൽ മുടി വരെ മാറണം. എല്ലാവരും മാറണം. ആരും പരിശുദ്ധാത്മാവിന്റെ അധികാരികളല്ല, പരിശുദ്ധാത്മാവിന്റെ കച്ചവടക്കാരല്ല, പരിശുദ്ധാത്മാവിന്റെ വിൽപ്പനക്കാരല്ല. ഒരുത്തനും ആരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് ഊതി വീഴിക്കാൻ സാധിക്കത്തില്ല. ബാഹ്യപ്രകടനമല്ല പരിശുദ്ധാത്മാവ്, ആന്തരിക വിടുതല. ആന്തരിക വിടുതല എന്നെ ഒരു പുതിയ ദൗത്യത്തിനായി കർത്താവ് ബലപ്പെടുത്തുന്നത്. അതിന്റെ പേരാ മിഷൻ. എന്റെ പ്രിയപ്പെട്ടവർക്ക് സാന്നിധ്യമായി തീരുന്നത്, എന്റെ പ്രിയപ്പെട്ടവർക്ക് വെളിച്ചമായി തീരുന്നത്, അതാ പരിശുദ്ധാത്മാവിന്റെ കൃപ. ഏതാത്മാവിൽ സംസാരിക്കുന്നുവോ ആ ആത്മാവിൽ ജനം സ്വീകരിച്ച് മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഭാഷ. ഇന്ന് എന്നെ കേൾക്കുന്ന ജനത്തിന് എന്റെ ഭാഷ മനസ്സിലാകുന്നെങ്കിൽ ആ ഭാഷയാ പരിശുദ്ധാത്മാവിന്റെ ഭാഷ. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ ജനത്തിന് എന്റെ ഭാഷ മനസ്സിലാകുന്നെങ്കിൽ ആ ഭാഷയാ പരിശുദ്ധാത്മാവിന്റെ ഭാഷ. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് മറ്റൊരു ഭാഷയുമില്ല.
മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ്, മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, പുതിയ ദൗത്യത്തിനായിട്ട് ഒരുങ്ങുക. മുറിവുകളോടെ, വേദനകളോടെ, പ്രാരാബ്ധങ്ങളോടെ. അതുകൊണ്ട് ദൈവം ഇതിലെ എല്ലാം സുഖകരമല്ല, എല്ലാം ആയാസകരമായി പോവുകയില്ല. ഈ പ്രതിസന്ധികളോട് കൂടെ തന്നെ, ഇതിന്റെ നടുവിൽ തന്നെ സാക്ഷികളായി തീരാൻ, എല്ലാം സുഖകരമായിട്ട് സാക്ഷികളാകാൻ അല്ല, ഇതിന്റെ നടുവിൽ സാക്ഷികളായി തീരാൻ, ഇതിന്റെ നടുവിൽ വിശ്വാസികളായി തീരാൻ പരിശുദ്ധാത്മാവ് ആ ദാനം എന്റെയും നിങ്ങളുടെ മേൽ അയക്കട്ടെ. അതുകൊണ്ട് കർത്താവ് അവരെ ഒരു പുതിയ മിഷനായിട്ട് ഒരുക്കുകയാ. മൂന്നാമത്തെ ചിന്ത, Christ's presence recreate us for his mission. ഒരു റീക്രിയേഷൻ. അവന്റെ ദൗത്യത്തിനായി എന്നെയും നിങ്ങളെയും പുനർനിർമ്മിക്കുന്നു, പുതുതായി നിർമ്മിക്കുന്നു. ഈ വേദഭാഗം നമുക്കത് വായിക്കുമ്പോൾ കാണാം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി, അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തപ്പെട്ടിരിക്കുന്നു. വിശ്വാസ സമൂഹം വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും ആരുടെയും പാപം മോചിക്കാനുള്ള അവകാശമില്ല. ഞങ്ങൾ അച്ഛന്മാർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന എന്റെ ചിന്ത. കുമ്പസാര പ്രാർത്ഥന കഴിയുമ്പോൾ സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ ക്ഷമിച്ചെന്നല്ല പറയുന്നേ, ദൈവമായ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. ഇങ്ങനെ പ്രഖ്യാപനം നടത്താനേ എനിക്ക് അവകാശമുള്ളൂ. അല്ലാതെ ഇതാ മോചിച്ചു തന്നിരിക്കുന്നു, ഇപ്പം മോചിക്കപ്പെട്ടിരിക്കുന്നു, ഇങ്ങനൊന്നും പറയാൻ എനിക്ക് അവകാശമില്ല. സന്ദേശത്തിന്റെ വാഹകനാണ് ഞാൻ. സന്ദേശത്തിന്റെ വാഹകൻ. എന്നെ ആര് എന്തറിയിച്ചുവോ ആ സന്ദേശത്തെ നിങ്ങളിലേക്ക് പകരുക. ഇത് തന്നെയാ ഇവിടെ രേഖപ്പെടുത്തുന്നത്. സന്ദേശം പറയുന്ന ആളെ ആഴമായി മനസ്സിലാക്കിയാലേ സന്ദേശം വഹിക്കുന്നവന് സന്ദേശം അതേ അർത്ഥത്തിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നെന്നാ എന്റെ വിചാരം. സന്ദേശം നൽകുന്ന ആളിനെ ആഴത്തിൽ മനസ്സിലാക്കിയാലേ സന്ദേശം പകരേണ്ട ഇടത്ത് പകരുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഇതിനെ ആഴമായി മനസ്സിലാക്കല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ഗുരുവിന്റെ ആശ്രമം. അവിടെ ശിഷ്യനും ഗുരുവും ഒരുമിച്ച് താമസിക്കുകയാണ്. നമുക്കറിയാലോ, പണ്ട് കാലത്ത് ഗുരുക്കന്മാരുടെ ആശ്രമത്തില് ശിഷ്യന്മാർ താമസിച്ചാണ് പഠിക്കുന്നത്. ഈ ശിഷ്യന്റെ സാധാരണമായ ഒരു ജോലി രാവിലെ എന്നും എഴുന്നേറ്റ് ഗുരുവിനെ ശുശ്രൂഷിക്കുക, അതാണ് ജോലി. അപ്പം ആ ആശ്രമത്തോട് ചേർന്ന് ഒരു ചെറിയ നദിയുണ്ട്. അത് കടന്ന് അപ്പുറം പോയിട്ട് അയാൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന് ഗുരുനാഥന് ഭക്ഷണം ഒരുക്കി കൊടുക്കും. ഇതാണ് സാധാരണ ജോലി. എന്നാൽ ഒരു രാത്രിയിൽ നല്ലതുപോലെ മഴ പെയ്തു, നല്ല മഴ. ഇയാൾ അപ്പുറം കടക്കാൻ പോകുന്ന ഒരു ചെറിയ തോണിയുണ്ട്, ഒരു കൊതുമ്പ് വള്ളം. അത് മഴയത്ത് അങ്ങ് ഒഴുകിപ്പോയി. രാവിലെ എഴുന്നേറ്റ് ഇയാള് ഈ നദിയുടെ കരയിൽ ചെന്നപ്പോൾ നല്ല കുത്തൊഴുക്കുണ്ട്, കൊതുമ്പ് വെള്ളവും ഒഴുകിപ്പോയി. എന്ത് ചെയ്യും? ഗുരുനാഥൻ അയാളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഗുരുനാഥനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ വെള്ളത്തിന് മുകളിലൂടെ നടന്നുപോയി. ഗുരുനാഥനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചെറിയ ശിഷ്യൻ വെള്ളത്തിന് മുകളിലൂടെ നടന്നുപോയി. പോയ ആൾ അതുപോലെ മടങ്ങി വന്നു. ഗുരു അമ്പരന്ന് പോയി. അമ്പരന്ന് പോകാനുള്ള കാരണമുണ്ട്. ഞാൻ ഇതുവരെയും ഈ പരിപാടികളൊന്നും പഠിച്ചിട്ടുമില്ല, ഇവനെ പഠിപ്പിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെ ഇവൻ ഈ വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകുന്നത്? ഗുരുനാഥൻ ആഗ്രഹിച്ചു
ഇവൻ എങ്ങനെയാണ് ഈ വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകുന്നത് എന്ന് അറിയണം. അവനെ പിന്തുടർന്ന് ഒരു ദിവസം അവൻ അറിയാതെ ഗുരുനാഥൻ ശ്രദ്ധിച്ചു, അവനൊരു മന്ത്രം ചൊല്ലുന്നുണ്ട്. അയാൾ വീണ്ടും അടുത്ത് നിന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ മന്ത്രം അവന്റെ ഗുരുനാഥന്റെ പേരാ. അവന്റെ ഗുരുനാഥന്റെ പേര് പറഞ്ഞ് ചുറ്റുപാടുകളെ മറന്ന് അവൻ ആ വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോവുകയാ. ആമേൻ. ഗുരുവിനെ അറിയാവുന്നവന്, ഗുരുവിനെ ആഴത്തിൽ മനസ്സിലാക്കുന്നവന് ഏത് പ്രതിസന്ധികളുടെ മുകളിലൂടെയും ധൈര്യത്തോടെ യാത്ര ചെയ്യുവാൻ സാധിക്കും. ഈ അറിവാണ് അനുഭവമായി മാറേണ്ടത്. ഈ അനുഭവത്തിന്റെ നിറവിൽ നിൽക്കുന്ന ദൈവവൈതലാണ് ഈ വലിയ ദൗത്യത്തെ ഏറ്റെടുക്കുന്നത്, പ്രതികൂലത്തെ അഭിമുഖീകരിക്കുന്നത്, ധൈര്യത്തോടെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത്. അവനാണ് ഗുരുവിന്റെ സന്ദേശം ആഴത്തിൽ മനസ്സിലാക്കി, ആഴത്തിൽ അറിഞ്ഞ് തന്റെ പ്രിയപ്പെട്ടവരിലേക്ക് പകരുന്നതെന്ന്. അല്ലാതെ ഈ വ്യാഖ്യാനങ്ങളൊക്കെ എന്റെ വ്യാഖ്യാനമല്ല. ഞങ്ങൾ ഈ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഉപമകളുടെ വ്യാഖ്യാനത്തെ കുറിച്ച് പഠിക്കാറുണ്ട്. ഉപമകൾ എങ്ങനെ വ്യാഖ്യാനിക്കണം, പ്രത്യേകിച്ച് കർത്താവിന്റെ ഉപമകൾ. ഞാൻ പലയിടങ്ങളിലും തോന്നുന്നത് പോലെ കർത്താവിന്റെ ഉപമ വ്യാഖ്യാനിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, പ്രസംഗിക്കുന്നവരെ അടിച്ച് വിട്ട് പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞെട്ടിപ്പോയിട്ടുണ്ട്, ഇങ്ങനെയും വ്യാഖ്യാനം ഉണ്ടോ കർത്താവേ എന്ന്. നമ്മുടെ കർത്താവിന്റെ ഉപമകളൊക്കെ നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കിയാൽ ഓരോ ഉപമയും കർത്താവ് പറയുന്നത് ഒരേ ഒരു അർത്ഥത്തിലാണ്. നമ്മൾ ഉപമ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ ഒരു ഉപമയ്ക്ക് കുറഞ്ഞത് ഒരു 150 അർത്ഥം കൊടുക്കും. കാരണം ആ കഥ എനിക്ക് തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിക്കും, എന്റെ അറിവിനനുസരിച്ച് വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കുകയല്ല വേദപുസ്തകത്തിൽ ആഴമായി അറിയുന്ന ദൈവവിശ്വാസി ചെയ്യേണ്ടത്. എന്താണ് ദൈവം എന്നോട് പറയുന്നത്, എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുക്കാൻ. ഇന്ന് സന്ദേശം കേൾക്കുന്നവരൊക്കെ അല്ലെങ്കിൽ ഈ വചനത്തെ പഠിക്കുന്നവരൊക്കെ അവന് തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാ വിശ്വാസം ഇങ്ങനെ പരാജയപ്പെട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ടാ 100 കൂട്ട സഭകൾ ഇങ്ങനെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് തോന്നുന്ന പോലെ വ്യാഖ്യാനിച്ച ഒരു സഭ, ആ വ്യാഖ്യാനത്തിന്റെ പിന്നാലെ കുറെ ആളുകൾ. കുറച്ചു നാളുകൾ കഴിയുമ്പോൾ നമുക്കറിയാം ആഴമായ വ്യാഖ്യാനം ഇല്ലാത്തതൊക്കെ, ആഴമായി വേരില്ലാത്തതൊക്കെ തകർന്നു പോകും. അങ്ങനെ തകർന്നു പോകും. വിശ്വാസികൾ അനാഥരായി തീരും. അവർ ദൈവത്തെ മറുത്തു പറയാൻ തുടങ്ങും. എനിക്കും നിങ്ങൾക്കും, ഞാൻ വിശ്വസിക്കുന്ന സഭ ഈ വിശ്വാസ പാഠത്തെ സംബന്ധിച്ച് ആഴമായൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് പോയാൽ എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണോ, വചനം എന്നെ പഠിപ്പിക്കുന്നത് എന്താണോ, കർത്താവ് സംസാരിക്കുന്നത് അത് പറയാനാ. അല്ലാതെ ഞാൻ എന്ത് സംസാരിക്കുന്നു എന്നതല്ല പ്രാധാന്യത. ഞാൻ എന്ത് പറയുന്നു എന്നതല്ല പ്രാധാന്യത. എന്റെ കർത്താവ് എന്ത് പറയുന്നു, എന്റെ കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ഞാൻ ആയിരിക്കുന്ന ദേവാലയങ്ങളിലൊക്കെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം വചനത്തെ പഠിക്കണമെന്ന് ഞാൻ നിഷ്കർഷിക്കാറുണ്ട്. ഒരു സാധാരണ പഠനമല്ല, ആഴമായ പഠനം. അത് നിഷ്കർഷയായി തീരണം. വചനം എന്താ പഠിപ്പിക്കുന്നത്, വചനം എന്താ അറിയിക്കുന്നത്, അതിന്റെ അർത്ഥത്തിൽ വചനത്തെ മനസ്സിലാക്കാൻ ഈ ദിവസങ്ങളിൽ സാധിക്കണം. അത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുക, ഞാൻ നിങ്ങളെ ഒന്ന് പുനർനിർമ്മിക്കാൻ പോകുക. എന്താ ചെയ്യുന്നത്? അവരുടെ മേൽ കർത്താവ് ഊതുന്നു. അപ്പോഴാണ് ആ സന്ദേശത്തിന്റെ അനുഭവത്തെ നമ്മുടെ പഴയ നിയമ സൃഷ്ടി ചരിത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. മണ്ണിന്മേൽ മനുഷ്യനെ മെനഞ്ഞ് ആത്മാവിനെ അവന്റെ മേൽ ഊതുമ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീരുന്നു. ഇവിടെ മനുഷ്യന്റെ മേൽ കർത്താവ് വീണ്ടും ഊതുകയാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം അവന് ജീവനുണ്ട്, പക്ഷെ മരിച്ചവനാ. വെളിപ്പാട് പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. വെറുതെ പേരേ ഉള്ളൂ, നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ.
കുപ്പായൊക്കെ ഇട്ട്, വെളുത്ത കുപ്പായൊക്കെ ഇട്ട്, കുഴപ്പമില്ല. ആളുകൾ കാണുമ്പോൾ അത്യാവശ്യ സൗന്ദര്യമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ വിശ്വാസിയാണ്, അത്യാവശ്യം വാക്ചാതുര്യമൊക്കെ ഉണ്ടെങ്കിൽ പ്രസംഗിക്കാനും പറ്റും. പക്ഷെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ മരിച്ചവനാ. മരണം സംഭവിച്ചിരിക്കുന്നു. കർത്താവിന്റെ അടുത്തേക്ക് ഈ അത്ഭുതങ്ങളെ ചെയ്തവരൊക്കെ ഓടി വന്നിട്ട് പറയുന്നുണ്ടല്ലോ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങളെ ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. കർത്താവ് അവരെ ഞെട്ടിച്ചുകൊണ്ടൊരു വാചകം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. അതിന്റെ അർത്ഥം നീ മരിച്ചവനാ, നിനക്ക് ജീവനില്ല, നിന്റെ പ്രവർത്തികളൊക്കെ മരിച്ച പ്രവർത്തികളാ. മരിച്ച പ്രവർത്തികൾ ജീവിക്കണമെങ്കിൽ എന്റെ ആത്മാവ് നിന്റെ മേൽ പകരപ്പെടണം. അതിനാ കർത്താവ് രണ്ടാമതൂതുന്നത്. സ്വർഗസ്ഥനായ പിതാവ് ഈ മണ്ണിൽ നമ്മെ സൃഷ്ടിച്ച് അവന്റെ ആത്മാവിനെ ഊതിയെങ്കിൽ ഇതാ അതിന്റെ പുതിയ വെളിപ്പാടായി, പുതിയ തെളിച്ചമായി, പുതിയ രൂപമായി എന്റെ ബലഹീനമായ ശരീരത്തിന്റെ മേല് ഒരു റിക്രിയേഷൻ, ഒരു പുതിയ ക്രിയേഷൻ കർത്താവിനാൽ സംഭവിക്കുന്നു. ഇപ്പോഴാ ദൈവജനം സന്തോഷിക്കേണ്ടത്. ഈ റീക്രിയേഷനെ ഉള്ളിൽ തിരിച്ചറിയുന്ന ദൈവജനമാ ദൈവസ്ഥനിൽ ആഹ്ലാദിക്കേണ്ടത്. അവർക്കാണ് ദൈവത്തിന്റെ സന്ദേശം അതേ അർത്ഥത്തിൽ പകരുവാൻ സാധിക്കുന്നത്. അവർക്കാണ് ദൈവിക സന്ദേശത്തെ അതേ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത്. അവർക്കാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കാൻ ആത്മബലം ലഭിക്കുന്നത്. കാരണം എന്റെ മേൽ അവന്റെ ആത്മാവ് പകർന്നിട്ടുണ്ട്. ഞാൻ ആ പഴയ മനുഷ്യനല്ല, ഞാൻ ആ പഴയ രൂപിയല്ല. മരിച്ച എന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് എനിക്ക് ഒരു പുനർനിർമ്മിതി, ഞാനൊരു പുതുക്കപ്പെട്ട മനുഷ്യനായി മാറിയിരിക്കുന്നു. ഇനിയും ശിഷ്യന്മാരെ പിടിച്ച കിട്ടത്തില്ല. നിങ്ങളത് വായിച്ചാൽ അറിയാം. ഇതിനുശേഷം ശിഷ്യന്മാർ എവിടെ പോയി നിന്നെന്നറിയാം. ആ ഒരു പുനർനിർമ്മിതി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അവരൊരു പുതിയ മനുഷ്യരായി മാറി ലോകം മുഴുവൻ ഓടുകയാണ്. ഒന്നേ അവർക്ക് പറയാനുള്ളൂ, നസ്രയനായ യേശുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ബലഹീന ജീവിതങ്ങൾ മാറ്റപ്പെടും. നിങ്ങളുടെ ജീവിതങ്ങൾക്ക് വെളിച്ചമുണ്ടാകും, പ്രതീക്ഷയുണ്ടാകും, പ്രത്യാശയുണ്ടാകും. അവരിൽ മാത്രം ആശ്രയം വെക്ക എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അവർ വിളിച്ചു പറയുകയാണ്. മരിച്ചവർ, ഭയപ്പെട്ടിരുന്നവർ, ആശങ്കാകുലർ ആയിരുന്നവർ വെളിച്ചങ്ങളായി മാറുകയാണ്. അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ ആത്മാവ് ഊതുകയാണ്. ഇന്ന് പകൽ കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, സത്യമായി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ സമ്മതിക്കാം. തമ്പുരാനെ അറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ്, സ്നാനം കൈക്കൊണ്ടവരാണ്, സഭയുടെ ഭാഗമാണ്. പക്ഷേ ഞങ്ങൾക്ക് ജീവനുണ്ടെന്ന് പേരുണ്ട്, പക്ഷെ ഞങ്ങൾ മരിച്ചവരാണെന്ന് നീ ഞങ്ങളോട് പറയുമ്പോൾ, മരിച്ച ജീവിതാനുഭവങ്ങളുടെ നടുവിൽ ഞങ്ങളെ കൈവിടുന്നവനല്ല നീ. ശിഷ്യന്മാർ ജീവിതാനുഭവങ്ങളുടെ നടുവിൽ അങ്ങനെ ആശങ്കപ്പെട്ടെങ്കിൽ അവരെ കൈവിട്ടു പോയില്ല നീ. അവരുടെ മധ്യത്തിലേക്ക് വെളിപ്പെട്ടു വന്ന് അവരുടെ മേൽ ആത്മാവിനെ ഊതിയതുപോലെ ഈ പകൽക്കാലം നിന്റെ ആത്മാവിന്റെ മേൽ ഊതി എന്നെ പുനർനിർമ്മിക്കണമേ. ഒരു റീക്രിയേഷൻ എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ സംഭവിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന ദൈവജനം, ഒരു പുതിയ ജീവിത സാഹചര്യങ്ങളിൽ നാം ഇന്നായിരിക്കുമ്പോൾ, കൊറോണ കാലത്തിലും കൊറോണ അനന്തര കാലത്തിലും എന്റെ കുടുംബമായുള്ള ആത്മീയ ജീവിതത്തിൽ ഒരു റീക്രിയേഷൻ സംഭവിക്കേണ്ടതിന് നിന്റെ ആത്മാവ് ഈ നേരത്ത് എന്റെ മേൽ ഇറങ്ങി വന്ന് എന്നെ തൊടണമേ. അത് മനസ്സിലാക്കി ദൈവകരങ്ങളിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ബലഹീനരായ മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് മാതാപിതാക്കൾ നിങ്ങളുടെ ബലഹീനമായ ശരീരങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ ബലഹീനമായ ജീവിതാനുഭവങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. ഒരു പുതിയ നിർമ്മിതി ഈ നേരത്ത് സ്വർഗത്തിന്റെ ആത്മാവിനാൽ സംഭവിക്കട്ടെ. ഒരു പുതിയ ആത്മബലം പ്രാപിക്കട്ടെ.
എന്നെ കേൾക്കാൻ അധികം യുവസമൂഹം ഇല്ല എന്നതും എനിക്കൊരാശങ്ക തന്നെയാണ്. കാരണം എന്തോ എനിക്കറിയത്തില്ല, നമ്മുടെ പുതിയ യുവസമൂഹത്തിന് എത്രത്തോളം വചനത്തെ കേൾക്കുന്നതിനുള്ള ആകാംക്ഷ കുറഞ്ഞു പോകുന്നു എന്നത്. പക്ഷെ അവരിലും സംഭവിക്കണം ഈ റീക്രിയേഷൻ. മലയാളത്തില് അത്ര പ്രശസ്തനല്ലാത്ത ഒരു കവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സോമൻ കടലൂർ എന്ന. അദ്ദേഹം അടുത്ത സമയത്ത് എഴുതി, അല്ലയോ യുവാവേ നീ എവിടെയാണ്? പ്രതികരിക്കേണ്ട സ്ഥാനങ്ങളിലൊക്കെ പ്രതികരിക്കാൻ നിന്നെ കാണുന്നില്ല. അമ്മയോടൊപ്പം കൂട്ടിരിക്കാൻ നിന്നെ കാണുന്നില്ല. ആരാധന ഇടങ്ങളിലും പ്രാർത്ഥനാ ഇടങ്ങളിലും അത്യാവശ്യ വേദികളിലും യുവാവെ നിന്നെ കാണുന്നില്ല. അതിന് അവസാനം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, മിസ് യുഡാന്ന്, നിന്നെ മിസ് ചെയ്യുന്നു. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലും അങ്ങനെ ഒരു റീക്രിയേഷൻ സംഭവിക്കട്ടെ. ഈ പകൽ കർത്താവിന്റെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ വചനം നമ്മെ 2-3 ചിന്തകൾ ഓർമ്മിപ്പിച്ചു. ഒന്നാമത്തേത്, ക്രിസ്തുവിന്റെ സാന്നിധ്യം ഭയത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് എന്നെ നയിക്കുന്നു. ക്രിസ്തുവിന്റെ സാന്നിധ്യം ക്രിസ്തു ദൗത്യം ഏറ്റെടുക്കാൻ എനിക്ക് ആത്മബലം നൽകുന്നു. ക്രിസ്തുവിന്റെ സാന്നിധ്യം അവന്റെ മിഷനായി എന്നെ റീക്രിയേറ്റ് ചെയ്യുന്നു. ഈ ദിവസങ്ങൾ ഇതിനുള്ള നേരം ആകട്ടെ. പരിശുദ്ധാത്മാവിനെ അതിന്റെ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൃപ ലഭിക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞു നൽകിയിട്ടുണ്ടെങ്കിൽ വേദപുസ്തകം എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ദൈവം കൃപ പകരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഭാഷ സമാധാനത്തിന്റെ ഭാഷയാണ്. പരിശുദ്ധാത്മാവിന്റെ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണ്. പരിശുദ്ധാത്മാവിന്റെ ബലം വിടുതലിന്റെ ബലമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല. ഞാനൊരു പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചല്ലോ, ദൈവജനത്തിനെതിരെ ശാപത്തിന്റെ വാക്കുകൾ പറയാൻ ബാലാക് ബിലയാമിനെ കൂട്ടുപിടിക്കുമ്പോൾ ബിലയാമിന്റെ നാവിന്മേൽ സ്വർഗം സുഭാഷിതം നൽകിയെന്ന്. ശാപത്തിന്റെ വാക്കുകൾ മാറ്റി ജനത്തെ അനുഗ്രഹിക്കുന്ന വാക്കുകൾ അവന്റെ നാവിൽ ഉണ്ടായി. ഈ പകൽ കർത്താവിന്റെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ എൻ്റെ നാവിന്മേൽ നിന്റെ സുഭാഷിതം എഴുതി ജനത്തെ അനുഗ്രഹിക്കുന്ന വാക്കുകൾ ഉണ്ടാകാൻ നിന്റെ ആത്മാവ് കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സമർപ്പണത്തിനായി നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ വിനയപ്പെടുത്താം. എല്ലാ തലകളും വണങ്ങട്ടെ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. യെഹെസ്കേൽ പ്രവചനം ഓർമ്മിപ്പിക്കുകയാ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. നമുക്ക് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ആത്മാവേ, എന്നെ നിർമ്മലീകരിക്കണമേ. എൻ്റെ മേൽ നിർമ്മല ജലം തളിക്കണമേ. കല്ലായുള്ള ഹൃദയങ്ങൾ മാറി തിരിച്ചറിവുകളുടെ, ഉൾക്കാഴ്ചകളുടെ, ദൈവികമായ സമർപ്പണത്തിന്റെ പൂർണ്ണതയുള്ള ഹൃദയം നൽകി ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ
സന്ദേശമായി മാറാൻ എനിക്ക് കൃപ പകരണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സന്ദേശം നൽകുന്നവർ സന്ദേശം നൽകുന്നവനെ അറിയണം. വചനം വ്യാഖ്യാനിക്കുന്നവർ വചനം തന്ന നാഥനെ ആഴത്തിൽ അറിയണം. നിന്നെ ആഴത്തിൽ അറിയുന്ന നേരം ഈ നേരമാണ്. ഹല്ലേലൂയ. എല്ലാ ശരീരങ്ങളുടെ മേലും അങ്ങയുടെ മുറിവേറ്റ കര സ്പർശിക്കുന്നു കർത്താവേ. ആത്മാവിന്റെ വലിയ ബലം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ബലഹീന ശരീരങ്ങൾ, ഞങ്ങളുടെ ബലഹീനമായ ജീവിതങ്ങൾ നീ ഞങ്ങളുടെ മേലൂതിയ ആത്മാവിനാൽ പുനർനിർമ്മിക്കപ്പെടുന്നു. ഇതാ ഞങ്ങൾ ബലപ്പെടുന്നു. ഇതാ ഞങ്ങൾ ധൈര്യപ്പെടുന്നു. ഇനി ഞങ്ങൾക്ക് ഏറെ ദൂരം യാത്ര പോകാനുണ്ട്. നിന്റെ കരുണ, നിന്റെ ആശ്വാസം, നിന്റെ ആത്മബലം ഞങ്ങളുടെ മേൽ നീ പകരുന്നു തമ്പുരാനെ. ഞങ്ങളത് തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ഞങ്ങളുടെ ദൈവത്തിന് മഹത്വം. ഇത്രമാത്രം സ്നേഹിക്കാൻ, ഇത്രമാത്രം ആർദ്രതയോടെ ഞങ്ങളെ നോക്കുവാൻ ഒരു യോഗ്യതയില്ലാത്ത ഞങ്ങളുടെ മേൽ നിന്റെ മഹത്വം പകരുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. നിന്നോടൊപ്പം, നിന്നോട് ചേർന്ന് നിന്നിലേക്ക് മാത്രം ഞങ്ങളുടെ യാത്ര. ഇവിടെ ഞങ്ങൾ ജീവിച്ചേ മതിയാകൂ. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞങ്ങൾക്ക് ആത്മധൈര്യം ലഭിക്കുന്നത് നിന്റെ കൃപയാണ്, നിന്റെ ബലമാണ്, നിന്റെ ആത്മാവാണ്. നീ അത് പകരുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. അരുമപിതാവിൻ അരികിലിരുന്നൻ വ്യസനം മുഴുവൻ പറയും ഞാൻ. അരുമപിതാവിൻ അരികിലിരുന്നൻ വ്യസനം മുഴുവൻ പറയും ഞാൻ. തിരുചെവി ചായ്ച്ചവനതു കേൾക്കും കരുണാമയൻ നാഥൻ. തിരുചെവി ചായ്ച്ചവനതു കേൾക്കും കരുണാമയൻ നാഥൻ. ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ അറിയുന്ന കരുണാമയനായ നാഥ, ഈ ദിവസങ്ങളിലായി തിരുസന്നിധിയിലിരുന്നുകൊണ്ട് വചനം കേൾക്കുവാനും പറയുവാനും നീ അനുവാദം തന്നല്ലോ. പലപ്പോഴും ഞങ്ങൾ ആശങ്കപ്പെട്ടിരുന്നു ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുമോ? വചനം കേൾക്കാൻ സാധിക്കുമോ? ഞങ്ങൾ അകലങ്ങളിലായോ എന്നൊക്കെ ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ ആത്മാവ് ഓരോ ദിവസങ്ങളും ഞങ്ങൾക്ക് പകർന്ന ധൈര്യത്തിനായി സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീർന്നതിനായി സ്തുതിക്കുന്നു. സമാധാനം പകർന്നതിനായി സ്തോത്രം. നിന്റെ ജനത്തെ അതിനായി ഒരുക്കിയത് കൊണ്ട് സ്തോത്രം. നിന്റെ ഭക്തന്മാരെ അതിനായി ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ദേവാലയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഹോദര ദേവാലയങ്ങൾക്ക് എല്ലാറ്റിനുമായി പ്രാർത്ഥിക്കുന്നു. ലോകമാകമാനമുള്ള എല്ലാ ദേവാലയങ്ങളെയും സമർപ്പിക്കുന്നു. ഒരുമിച്ച് ആരാധിക്കാനുള്ള വഴികളെ തുറന്ന് പരിശുദ്ധാത്മാവിന്റെ ആവാസം നൽകി ഇനിയും ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ച് ആരാധനകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചമായി പ്രകാശമായി തീരാൻ കർത്താവ് ഞങ്ങളുടെ മേൽ കരുണ പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. Once again, thank you, dear David ചെറിയാൻ അച്ഛൻ. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ
ഞങ്ങളേവരും അച്ഛന്റെ വചന ധ്യാനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളുന്നു എന്ന് അച്ഛനെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിച്ചതുപോലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് പ്രതിസന്ധികളിൽ കൂടെ ഇരുന്ന് നമ്മെ ശക്തിപ്പെടുത്തിയിട്ടാണ് എന്നൊരു പ്രസ്താവന അച്ഛൻ പറഞ്ഞല്ലോ. അത് അക്ഷരാർത്ഥത്തില് സത്യമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അച്ഛൻ ശാരീരികമായി ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദിവസങ്ങളായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും കൺവെൻഷന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്തു. മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നും ഉള്ള അച്ഛന്റെ വചന ധ്യാനം കേട്ടപ്പോൾ അച്ഛന്റെ കൂടെ ദൈവം ഇരുന്ന് അച്ഛനെ ബലപ്പെടുത്തി ശക്തീകരിച്ച് വളരെ ശക്തിയേറിയ ദൂത് നൽകുവാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപ നൽകി ബലപ്പെടുത്തി എന്ന് കണ്ണുകൊണ്ട് കാണുവാൻ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവം അച്ഛനെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന, ഇന്നലെയും മിനിഞ്ഞാന്നുമായി ജോയിൻ ചെയ്ത എല്ലാ വിശ്വാസികളോടും പറയാനുള്ളത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നോർത്ത് അമേരിക്കയിൽ സൗത്ത് ഫ്ലോറിഡയിലെ CSI സഭ ഓൺലൈനായിട്ടല്ല നിങ്ങളോട് എത്തിച്ചേർന്നത്, ക്രിസ്തുവിലൂടെ വചനത്തിലൂടെ നിങ്ങളിൽ എത്തിച്ചേർന്നു. നിങ്ങൾ ക്രിസ്തുവിലൂടെ വചനത്തിലൂടെ ഞങ്ങളിലും എത്തിച്ചേർന്നു. പ്രാർത്ഥനയുടെ കരങ്ങളിൽ നിങ്ങളെ ഓരോരുത്തരെയും വഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.